ഹലോ ഗൈസ്, വെൽക്കം ടു ആനാർട്സ് ഗാലറി. നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. വാഗമണിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി മൂലമറ്റം ഗീതാ വില്ലേജ് ചിൽഡ്രൻസ് ഹോമിൽ ഒന്ന് കയറിയിട്ടാണ് പോകുന്നത്. അവിടുത്തെ കുട്ടികൾക്ക് നമ്മളൊരു 50 കിറ്റ് സ്കൂൾ ഐറ്റംസ് കൊടുത്തായിരുന്നു. അതോടൊപ്പം ബൈബിൾ വേഴ്സസ് ഒക്കെ എഴുതിയ എൻ്റെ ഒരു ചെറിയ ഹാൻഡ് മെയ്ഡ് കാർഡ് ഞാൻ കൊടുത്തായിരുന്നു. ഇതാണ് ഓർഫനേജ്. ഇറ്റലിയിൽ വെച്ച് മരണപ്പെട്ട ഇവരുടെ പ്രിയ മകൾ ഗീതയുടെ ഓർമ്മയ്ക്കായി 1994 ഡോക്ടർ ജോസ് തരീനും ഭാര്യ മേഴ്സി ജോസും കൂടി അനാഥരായ പെൺകുട്ടികൾക്ക് വേണ്ടി സ്ഥാപിച്ചതാണ് ഈ പ്രസ്ഥാനം. 28 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഗീതാ വില്ലേജ് കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റെടുത്ത് നടത്തുന്നത് അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സാണ്. ഓർഫനേജിലെ വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് വാഗമണിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ട്. റിസോർട്ട് അടിപൊളിയായിരുന്നു. ഹിൽ ഓൺ മിസ്റ്റി എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഞങ്ങളവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തു. മഴയൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് ഇവരെ കണ്ടത്. ഇവർക്ക് അപ്പം തന്നെ പേരിട്ടു. ഇത് മിൽക്കി, ഇത് പ്ലൂട്ടോ. പിന്നെ മഴയത്തൊരു ഡാർക്ക് ഫാൻറ്റസി കഴിച്ചു. ഇതാണ് റിസോർട്ടിൽ നിന്നുള്ള ഫ്രണ്ട് വ്യൂ. ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്, അടിപൊളിയാണ്. പിന്നെ വൈകിട്ടായപ്പോൾ വീണ്ടും ഒരു ഡാർക്ക് ഫാൻറ്റസി കഴിച്ചു. അടിപൊളിയാണ്, എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ രാത്രിയായപ്പോൾ ക്യാമ്പ് ഫയറും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇതാണ് ഇവിടുത്തെ മോർണിംഗ് വ്യൂ. രാവിലെ തന്നെ പേരൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുത്തു. നെക്സ്റ്റ് ഡേ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ചെക്കൗട്ടൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴി തൊട്ടടുത്ത റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായക്കടയിൽ നിർത്തി. അവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയായിരുന്നു. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഈ സൈക്കിൾ എനിക്ക് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി, അത് ഞാനിങ്ങ് എടുത്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് KPM ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ്. നല്ലൊരു വൈബ് പ്ലേസാണിത്. ഇവിടെ കയറുന്നതിൽ ഗേറ്റ് പാസ് ഉണ്ട്. പെർ ഹെഡ് 50 റുപ്പീസാണ്. താഴേക്ക് വരുമ്പോഴേക്കും നല്ലൊരു രീതിയിൽ റെസ്റ്റോറൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് നല്ലൊരു ഫാം വിസിറ്റിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഒരു അടിപൊളി റിഫ്രഷിങ് വൈബാണ് ഇവിടെ കിട്ടുന്നത്. ഒരുപാട് ജീവികളെയൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. ടർക്കി, താറാവ്, മുയൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ ആസ്വദിക്കാം. അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ കുറേ ചെടികളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ടും അല്ലെങ്കിൽ ഇവിടെ അവർ ഫാം ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. KPM ഫാമിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഫാമിൽ വളർത്തുന്ന മീനുകളൊക്കെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ടുള്ള അവസരം, അല്ലെങ്കിൽ ഇവിടെ ഒരു ബോട്ടിംഗ്, കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാനായിട്ടുള്ള അവസരം, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയൊക്കെ മീനിനെ വളർത്തുന്ന സ്ഥലമാണ്. ഇവരിവിടെ സൈഡിലായിട്ട് ഒരുപാട് ചെറിയ ചെറിയ ടാങ്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഓരോ ടൈപ്പ് മീനുകളാണ് ഇവർ വളർത്തുന്നത്. പിന്നെ അലിഗേറ്ററാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഒരു ഫിഷ് സ്പായൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ വാട്ടർഫോളൊക്കെ നമുക്ക് കാണാം. മുകളിൽ നിന്ന് ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ എന്നാലും നല്ലൊരു ആംബിയൻസിലാണ് ഇവിടുത്തെ വാട്ടർഫോൾ പോലും സെറ്റ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണിത്. ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ് ഏറ്റവും പറയാനായിട്ടുള്ളത്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് നല്ലൊരു സീ ഫുഡ് എക്സ്പീരിയൻസസ് ഒക്കെ ആസ്വദിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബോൺസായി ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് സമയം ചിലവഴിക്കാനായിട്ട് നല്ലൊരു ഏരിയ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് ചെറിയൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ സൈഡിലായിട്ട് ആർട്ടിഫിഷ്യൽ ഫോഗൊക്കെ നല്ല രീതിയിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു റിഫ്രഷിങ് വൈബാണ് ഇവിടെ കിട്ടുന്നത്. മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴയൊക്കെ പെയ്തു. നല്ലൊരു അടിപൊളി മഴയായിരുന്നു. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാട്ടർഫോളൊക്കെ കാണാൻ സാധിച്ചു. പിന്നെ നമ്മളൊരു കഫേയിലൊക്കെ കയറി ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ചു. മാഗി നൂഡിൽസൊക്കെ കഴിച്ചു. പിന്നെ ഈ കഫേയുടെ തൊട്ടടുത്ത് തന്നെ മന്ദാരം നഴ്സറി ഉണ്ടായിരുന്നു. അവിടെ പലതരം വെറൈറ്റി പ്ലാന്റ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് പ്ലാന്റ്സൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു.
ഇതൊരു കീ ചെയിനാണ്. ആ ഓർഫനേജിൽ പോയപ്പോൾ ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ ആ സിസ്റ്റേഴ്സ് തന്നൊരു കീ ചെയിനാണിത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വാഗമൺ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.